നമസ്കാരം. പുളിയക്കോട് സ്കൂളിന്റെ വിഷൻ 8 PM ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സ്നേഹ. പ്രധാന വാർത്തകൾ. പുളിയക്കോട് AUP സ്കൂളിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച LKG UKG കെട്ടിടവും കിഡ്സ് പാർക്കും ഉദ്ഘാടനം ചെയ്തു. 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ PTA പ്രസിഡന്റായി ശ്രീ അസീസ് മുക്കൂടൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. വ്യത്യസ്തമായ പരിപാടികളോടെ ബഷീർ ദിനം ആചരിച്ചു. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത്യന്തം വാശിയേറിയ മത്സരത്തിനൊടുവിൽ AB ക്ലാസ്സിലെ ഹണി MP-ക്ക് മിന്നുന്ന ജയം. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. നല്ല കുട്ടി നാട്ടിലും വീട്ടിലും ആരോഗ്യ സംരക്ഷണ ക്യാമ്പയിൻ തുടക്കം കുറിച്ചു. നാടിന്റെ നന്മകളും നല്ല ഭക്ഷണശീലവും പകർന്നു നൽകുന്നതിനായി സംഘടിപ്പിച്ച പഠന പ്രവർത്തനം കൂടിയായ നാടൻ പലഹാരമേള കൗതുകമായി. വാർത്തകൾ വിശദമായി. പുളിയക്കോട് AUP സ്കൂളിൽ 10 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് പുതുക്കിപ്പണിത ശീതീകരിച്ച LKG UKG കെട്ടിടവും കിഡ്സ് പാർക്കും ഇക്കഴിഞ്ഞ 18-ാം തീയതി വെള്ളിയാഴ്ച ഏറനാട് MLA ശ്രീ VK ബഷീർ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും മാനേജ്മെന്റ് അധ്യാപകരുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ പുളിയക്കോട് സ്കൂളിനെ ഉത്സവലഹരി ആറാടിച്ചു. തുടർന്ന് സന്തോഷം പങ്കുവച്ച് പായസ വിതരണം ചെയ്തു. ഒരു മാനേജ്മെന്റ് സ്കൂളിൽ എന്തൊക്കെ അവരുടെ കഴിവിന്റെ പരമാവധി ഫണ്ട് നിയോഗിച്ചു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ടോ, അടിസ്ഥാന സൗകര്യങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ടോ, അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂൾ മാനേജ്മെന്റാണ് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വളരെയധികം സന്തോഷം. നമ്മള് ഹൈസ്കൂളിലൊക്കെ അങ്ങനത്തെ ഒരു ബിൽഡിംഗാണ്. നമ്മൾ കഴിഞ്ഞ 8 മാസം ഒരു ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം കഴിച്ചു. 1 കോടി രൂപ ചെലവ് ചെയ്തു. അത് ഞാനവിടെ കമ്പ്യൂട്ടർ പ്രഖ്യാപിച്ചു. അന്ന് തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു കമ്പ്യൂട്ടറിന്റെ ഉദ്ഘാടനത്തിന് വന്നു. അപ്പൊ അത് AC എയർ കണ്ടീഷൻ ആക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. സലാമ് കൊടുക്കണം എന്നാണ്. AC അവിടെ എടുത്തു കൊടുത്തു. അതിൽ നിങ്ങളുടെ പ്രിയങ്കരായ സലാം സാഹിബ് ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ ഈ ഒരു LKG UKG കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്മാർട്ട് ക്ലാസ് റൂം, അത് വളരെ മനോഹരമായ 5 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്തുകൊണ്ട് കുട്ടികൾക്കുള്ള ഒരു ചെറിയൊരു പാർക്കും. പിന്നെ ഇവിടെ NSS USS വിജയികളായി 40 കുട്ടികൾ ഇവിടെ വിജയം കരുതുന്നു. അപ്പൊ അക്കാഡമിക് നിലവാരം ഉയർന്നു. ഒരു UP സ്കൂളാണ്. അപ്പൊ അതിനനുസരിച്ച് നല്ല രീതിയിൽ പോകണം. അടിസ്ഥാനപരമായിട്ട് ചെറുപ്പകാലത്ത് നല്ല വിദ്യാഭ്യാസം ലഭിച്ച് പിന്നീട് അവിടെ നമ്മൾ മുന്നോട്ട് പോകാൻ താഴത്തുള്ള 1-ാം ക്ലാസ് അല്ലെങ്കിൽ UKG LKG വിദ്യാഭ്യാസമാണ് നമ്മുടെ അടിസ്ഥാനമായിട്ട് വരുന്നത്. അപ്പൊ അതിന് നല്ല സൗകര്യങ്ങളൊക്കെ ഒരു വെളിപ്പാട് അവരാണ് നാട്ടിൽ. രണ്ടായിരത്തി 2025-26 അധ്യയന വർഷത്തെ PTA ജനറൽ ബോഡി യോഗവും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നടന്നു. ശ്രീ അസീസ് മുക്കൂടൻ വീണ്ടും സ്കൂളിന്റെ PTA പ്രസിഡന്റായും ശ്രീ അബ്ദുൽ സലാം കുഴിയമ്പറമ്പ്, ശ്രീമതി ലിജിത പുളിയക്കോട് എന്നിവർ വൈസ് പ്രസിഡന്റ്മാരായും തിരഞ്ഞെടുക്കപ്പെട്ടു.
പാർലമെന്റിന്റെ എല്ലാ നടപടിക്രമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നടന്ന ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അത്യന്തം വാശിയും ആവേശവും നിറഞ്ഞതായിരുന്നു. 4 ബൂത്തുകളിലായി 700-ലധികം കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തി. ഇലക്ഷൻ ഉദ്യോഗസ്ഥരായും ക്രമസമാധാന പാലകരായും പ്രവർത്തിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾ പ്രത്യേക ശ്രദ്ധ നേടി. ഉച്ചയ്ക്ക് 1:15 റിസൾട്ട് പ്രഖ്യാപിച്ചു. സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ച 10 കുട്ടികളിൽ നിന്നും തകർപ്പൻ വിജയം നേടി 7ാം ക്ലാസ്സിലെ ഹണി സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് വിജയികളുടെ ആഹ്ലാദ പ്രകടനവും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ ലീഡറും മറ്റ് വകുപ്പ് മന്ത്രിമാരും ഏറനാട് MLA ശ്രീ PK ബഷീർ സാഹിബ് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. ജൂലൈ 5 വ്യത്യസ്തമായ പരിപാടികളോടെ ബഷീർ ദിനം ആചരിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിവിധ കഥകളിലെ കഥാപാത്രങ്ങളായി വേഷമണിഞ്ഞെത്തിയ കുട്ടികൾ കാണികൾക്ക് നവ്യാനുഭവമായി. കഥാസന്ദർഭങ്ങളുടെ റീലുകൾ തയ്യാറാക്കി ക്ലാസ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ചു. സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം പ്രശസ്ത കാരിക്കേച്ചർ ആർട്ടിസ്റ്റ് ശ്രീ നൌഷാദ് വെള്ളാലിശ്ശേരി നിർവഹിച്ചു. തുടർന്ന് അദ്ദേഹം കുട്ടികളോട് സംവദിച്ചു. സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ ജൂലൈ 1 ആരോഗ്യ സംരക്ഷണ ക്യാമ്പയിൻ നടന്നു. വിദ്യാർത്ഥികളിൽ വ്യക്തിശുചിത്വവും സാമൂഹ്യ ശുചിത്വബോധവും വളർത്തിയെടുക്കുന്നതിനു വേണ്ടി നടത്തിയ നല്ല കുട്ടി നാട്ടിലും വീട്ടിലും എന്ന പരിപാടി ഏറനാട് സർക്കിളിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ KC ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് അദ്ദേഹം പ്രത്യേകം ക്ലാസ് നൽകി. അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠമായ പീലിയുടെ ഗ്രാമവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനമായി ഒരുക്കിയ നാടൻ പലഹാരമേള കുട്ടികളിൽ കൗതുകമുണർത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.